ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ കുറച്ച് തേനീച്ചേനെ വളർത്തുന്നുണ്ട് പെട്ടിയിലാക്കിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് തേൻ എടുക്കുന്നതിൻ്റെ കുറച്ച് വിഷ്വൽസാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. വെറുതെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്താണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ടെക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ഇടയിലൂടെ ഇതേപോലെ എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് കിട്ടാനായിട്ട് ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടനോട് തൊട്ട് വരുന്ന ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യും, കാണാനും സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ നമുക്ക് നേരെ ഒരു വീഡിയോ ആയിട്ട് പോയാലോ. ഈ ഒരു ബോക്സിലാണ് നമ്മുടെ തേനീച്ചുള്ളത്. ഇതിലേക്ക് മഴയൊന്നും പെയ്യുമ്പോൾ വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുകളിൽ കീസൊക്കെ വെച്ച് കവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ സെക്യൂരിറ്റീസ്. കുറച്ച് തേനീച്ചകൾ മുന്നിൽ നിൽക്കുന്നുണ്ടാവും, ഒരു 3-4 തേനീച്ചകൾ അതെല്ലാ കൂടിൻ്റെ മുമ്പിലുണ്ടാവും. അപ്പോൾ ഇനി വരുന്ന തേനീച്ചകളുടെ കാലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു മഞ്ഞ കളർ സാധനം ഉണ്ടാവും. ഒരു പൂമ്പൊടി എന്നൊക്കെ പറയാം അതിനെന്താ പറയാമെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു സംഭവം ഉണ്ടാവും വരുന്ന തേനീച്ചയുടെ കാലിലൊക്കെ. അപ്പോൾ ഇത് ചിലതിൻ്റെ കാലിലൊന്നുമില്ല. ഈ ഒരു കൂട്ടിലോ ഇത് നമ്മുടെ രണ്ടാമത്തെ ഒരു ബോക്സാണ്. ഇതേപോലെ ഒരു 3-4 ബോക്സ് ഉണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ നമ്മളിതാ ഇതേപോലെ ഈ ഒരു ബോക്സിന് മുന്നിലും ഇതേപോലെ ഒരുപാട് പേര് കാവലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്നവരുടെ കാലിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ചെറുതായിട്ടൊരു മഞ്ഞ കളറായിട്ടുള്ളൊരു സംഭവമുണ്ട്. ആ ഒരു വരുന്നതിൻ്റെ കാലിലൊക്കെ ഉണ്ട്, ചെറുതായിട്ട് കാണുന്നുള്ളൂ, എന്നാലും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതാണ് പൂമ്പൊടി കൊണ്ടുവരുന്നതാണ് ആ ഒരു അതിൻ്റെ തേൻ നിറക്കുന്ന ഒരു പലകയൊക്കെ ഉണ്ടാകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ നിന്ന് തേൻ എടുക്കുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഇതാണ് നമ്മുടെ തേനീച്ചയുടെ ബോക്സ്. ഇതിലിപ്പോൾ ആരുമില്ല, ഇത് വെറുതെ നമ്മൾ കാണിക്കാനായിട്ട്. ഇതേപോലെ 5-6 ആണ് ഇതിലുണ്ടാവുക ഈ ഒരു സംഭവം. അപ്പോൾ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ 6 വെക്കാം. അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ തേൻ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 6 മാക്സിമം. അപ്പോൾ ഇതിൽ 5 ഉള്ളത്. ഈ ഒരു ഇതിലാണ് തേൻ പലകകളായിട്ട് അതിൽ തേൻ നിറക്കുന്നത്. ഇനി ഈ കൂടെ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മരത്തിൻ്റെ ഒരു പലക ആദ്യം അടിയിൽ വെക്കും, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെക്കും. അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു ലെയറും കൂടി വെച്ചതിന് ശേഷം അതിന് മുകളിൽ അതിൻ്റെ ടോപ്പും കൂടി വെച്ച് അടക്കും. അപ്പോൾ നമ്മളിത് കണ്ടല്ലോ, അതേപോലെ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ മുകൾ വശം തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് തേനീച്ച ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ മുകൾ വശത്തെ ടോപ്പ് കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ തേൻ എടുക്കുന്നത്. ഇതേപോലെ തുറന്നതിന് ശേഷം അതിൽ നിന്ന് ഓരോന്നായിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുക. ഇതിൽ തേനുണ്ട്. ഈ ഒരു കാണുന്നത് വെള്ളം രൂപത്തിൽ കാണുന്നതൊക്കെ തേനാണ് ഈ ഒരു ഇതിൻ്റെ അകത്തായിട്ട്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ മെഷീനില്ല, ഒരു മെഷീനുണ്ട്. ആ മെഷീൻ്റെ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഞാൻ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാം. ഇതിൽ നിന്ന് തേൻ ഈ ഒരു പലക കേടുവരുത്താതെ അതിൽ നിന്ന് തേൻ മാത്രം എടുക്കുന്ന ഒരു മെഷീനുണ്ട്. ഒരു കറക്കുന്ന സൈസിലുള്ള മെഷീനാണ്, ചെറിയതാണ്, പക്ഷേ അത് നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പലക അതേ രൂപത്തിലെടുക്കും. എന്നിട്ട് അതിൽ വേറെ പലക ഉണ്ടാക്കിയിട്ട് വേണം പിന്നെ തേൻ നിറക്കാനായിട്ട്. അല്ലെങ്കിൽ ആ ഒരു പലക കംപ്ലീറ്റ് ആക്കാതെ തന്നെ നമുക്കതിൽ നിന്ന് തേൻ മാത്രം എടുത്തിട്ട് ഒരു പലക അതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ച കൊണ്ട് തന്നെ അവർ വീണ്ടും തേൻ നിറച്ചെടുക്കും. അതും നമുക്ക് ഇതേപോലെ എടുക്കാം. നമ്മളിപ്പോൾ മെഷീൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ ആ ഒരു പലക അങ്ങ് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മുഖത്ത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തൊപ്പിയിട്ടിരിക്കുന്നത് കേട്ടോ, ഒരു വലയുള്ള തൊപ്പിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ പലക എടുത്തതിന് ശേഷം ആ ഒരു പിഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് തേനെടുക്കുന്നത്. ഇതേപോലെ ഓരോ പലകളായിട്ട് എടുക്കുക. നമ്മൾ തേനീച്ചയെ ഉപദ്രവിച്ചാൽ മാത്രമേ തേനീച്ച ഇങ്ങോട്ട് ഉപദ്രവിക്കുള്ളൂ, അല്ല വെറുതെ വന്ന് ഉപദ്രവിക്കുന്ന സ്വഭാവമല്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ഓരോന്നായിട്ട് എടുക്കുക. മുകൾ വശത്തുള്ളതിലധികം തേനായിരിക്കും, താഴെ ഭാഗത്തുള്ള ലെയറിൽ അതിൻ്റെ മുട്ടകളും അതേപോലെ തന്നെ കുട്ടികളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മുകൾ വശത്തുള്ള ആ ഒരു ബോക്സിലുള്ളത് മാത്രമാണ് നമ്മൾ എടുക്കുക, അതിലായിരിക്കും തേൻ ഉണ്ടാവുക. നമ്മളിത് വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്തതാണ്. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു മെഷീൻ്റെത്, അത് നമ്മൾ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കുന്നതാണ്. ഇതേപോലെ ഇതൊന്നും കറക്റ്റായിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. കറക്റ്റായിട്ട് ആ ഒരു പലകേൻ്റെ അകത്തായിട്ട് വേണം ഉണ്ടാകാനായിട്ട്. ഇത് പല രൂപത്തിലുണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ തേനാണ് ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഈ പലക ഇതിൽ നിന്ന് അടർത്തിയെടുത്തതിന് ശേഷം അതിൽ നിന്ന് തേനെടുക്കണം. ഇപ്പോൾ ഇതിൽ ഒരു കൂട്ടിൽ ഏകദേശം 50,000-ന് മുകളിൽ തേനീച്ചകൾ ഉണ്ടാവും, ഏകദേശം ഒരു കണക്ക് പ്രകാരം.
അതേപോലെ തന്നെ ഇതിൽ ആൺ തേനീച്ചകളും പെൺ തേനീച്ചകളും ഉണ്ടാവും. പെൺ തേനീച്ചകളാണ് തേന് കൊണ്ടുവരുന്നതും അതേപോലെ തന്നെ ഈ ഒരു ഇതിൽ പണിയെടുക്കുന്നത് മുഴുവൻ. ആൺ തേനീച്ചകൾ മടിയന്മാരായിട്ടുള്ള തേനീച്ചകളാണ് ആൺ തേനീച്ചകൾ. ഒരു പണിയൊന്നും എടുക്കില്ല, വെറുതെ തേൻ കുടിച്ച് നടക്കുകയായിരിക്കും ചെയ്യുക. ഇതിലുള്ള ഈ കാണുന്ന ബ്ലാക്ക് തേനീച്ച, ഫുള്ളായിട്ട് ബ്ലാക്ക് ആയിട്ടുള്ള തേനീച്ചകളാണ് ആൺ തേനീച്ചകൾ. ഇതിൽ കൂടുതലായിട്ടും കാണുന്നത് പെൺ തേനീച്ചകൾ. ഈ ഒരു കാണുന്നതൊക്കെ പെൺ തേനീച്ചകളാണ്. ഇതിൽ ഇടയ്ക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബ്ലാക്ക് ആയിട്ടുള്ള ഫുള്ള് ഈച്ചേൻ്റെ രൂപത്തിൽ തന്നെയുള്ള തേനീച്ചകളുണ്ട്. അതാണ് ആൺ തേനീച്ചകൾ. നമ്മൾ ഇനി ഇതാ ഓരോന്നായിട്ട് നമ്മൾ അതിൽ തന്നെ റീലോഡ് ചെയ്ത് വെക്കുകയാണ്. അതേപോലെ തന്നെ ആ ഒരു പലകകളൊക്കെ നമ്മൾ അതിലോട്ട് തന്നെ വെക്കുകയാണ്. ഇതിൻ്റെ താഴ്ഭാഗത്ത് കുട്ടികളായിരിക്കും. അപ്പോൾ അതൊന്നും നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മളിതാ ഇതേപോലെ മുഴുവനായിട്ട് അടച്ചതിന് ശേഷം അതിൻ്റെ ടോപ്പും വെച്ച് നമ്മൾ ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കും. ഇതാണ് ഇപ്പോൾ നമ്മുടെ എടുത്ത തേനിൻ്റെ പലകകൾ. അപ്പോൾ നമ്മൾ ഇനി ഇത് പിഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള തേനൊക്കെ നമുക്ക് കിട്ടും. അല്ലാതെ പലക കേടുവരുത്താതെ എടുക്കുന്ന രീതിയിലുള്ള ഒരു മെഷീൻ ഉണ്ട്. അതിൻ്റെ ഫോട്ടോ നമ്മൾ എവിടെയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ എടുത്തതിന് ശേഷം ഇത് ഒരു പാത്രത്തിലോട്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ പിഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ല ശുദ്ധമായ തേൻ വരും. ഇതാണ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. അപ്പോൾ ഇതേപോലെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വെറുതെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതല്ലേ. ഗുഡ് ബൈ.